തൂക്കുമരത്തിലെ ധർമ്മപുത്രൻ എന്ന വിശാലമായ ഒരു ചരിത്രത്തിന്റെ അനുഗ്രഹി നേരം വെളുത്താൽ നമ്മൾ കഥയറിയാണ്ട് പാപങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂലേ? അവരുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ട് ഈ രാത്രി നമുക്ക് പോകാം. മക്കള് പറഞ്ഞ ആയിക്കോട്ടെ ഉപ്പ, ഉപ്പാന്റെ ഇഷ്ടം പോലെ. മക്കളും കുറിച്ച് പച്ചവെള്ളം കുടിച്ചു, ഭാര്യയും കുടിച്ചു. അന്നത്തെ രാത്രി ആ വീട്ടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത പാഠം. ഒരു കാലഘട്ടത്തിന്റെ കോടീശ്വരനായ മനുഷ്യന്റെ വീട്ടിന്റെ അകത്ത് ആ രാത്രി കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല. ഇല്ല, അതിനു വേണ്ടിയുള്ള കാശ് ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അവസാന പച്ചവെള്ളവും കുടിച്ച് എടുക്കാനുള്ള ഭാണ്ഡങ്ങളൊക്കെ കെട്ടി ഒരു പെണ്ണൊട്ടകമില്ലേ, ആ പെണ്ണൊട്ടകത്തിന്റെ പുറത്ത് വെച്ചു കെട്ടി. മക്കളുടെ കയ്യിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിപ്പിച്ചു. നടക്കാൻ പറഞ്ഞു. മക്കളെ ചെങ്ങോട്ട് പപ്പ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, മുന്നോട്ട് നടക്കണമെന്ന്. എല്ലാം കണ്ടും കേട്ടും തളർന്നു പോയ ഭാര്യ മൈമൂന വീടിന്റെ വാതിൽ പൂട്ടി വേലക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീട്ടിന്റെ പുതിയ മുതലാളി നാളെ വരും, അയാളുടെ കയ്യിൽ ഇത് കൊടുക്കണമെന്ന്. ആ വേലക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ കൂടെ ഞാൻ വന്നോട്ടെ എന്ന്. വേണ്ട മോനെ, എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും കാര്യം നോക്കാൻ പോലും ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്നോളുക, നിനക്ക് പുതിയ മുതലാളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് താക്കോല് കൊടുത്തു. ഭാര്യ മൈമൂനയോട് പറഞ്ഞു, നമുക്ക് പോകില്ലെന്ന് വെച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ ഒരായുഷ്കാലം ജീവിച്ചു നിർത്താം മനോഹരമായി അവരിറങ്ങി. എങ്ങോട്ട്, എവിടേക്ക് അറിയില്ല. യാത്രയായിരുന്നു, വല്ലാത്ത യാത്രയായിരുന്നു ആ യാത്ര. മിഴീണ ഞാനടക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം, മിഴീണ ഞാൻ തുറന്നാലും നിനവുകളിൽ നീ മാത്രം. മിഴീണ ഞാനടക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം, മിഴീണ പത്രം കംപ്ലീറ്റ് അതന്നെ ഉള്ളൂ. പത്രം തന്നെ പീഡിപ്പിച്ച് ചേർക്കുന്നത് ഒന്ന് ചുറ്റിയിട്ട് ഉത്സാഹത്തോടെ അവർ ഒരുമിച്ചല്ലോ. എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചപ്പെടും. ജീവിതത്തിൽ തീഷ്ണമായ പരീക്ഷണങ്ങളുടെ മുന്നിൽ അല്ലാഹു അവരെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴും അവർ വിളിച്ചു പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. മുമ്പ് ഒരു പണക്കാരനും പണക്കാരുടെ ഭാര്യയും മക്കളുമാണെങ്കിൽ ഇന്ന് അതല്ല കഥ. ഇന്നവർ രാജാവും രാജ്ഞിയും രാജകുമാരന്മാരുമായി ദുനിയാവിൽ തന്നെ അല്ലാഹു അത്യുന്നതകളിലേക്ക് ഉയർത്തി. ഇതാണ് സദഖ, ഇതാണ് ദാനധർമ്മം. ധർമ്മം ചെയ്തവനെ അല്ലാഹു രണ്ട് ലോകത്തും കൈവിടില്ല എന്ന വളരെ മനോഹരമായ ഒരു പരമാർത്ഥം ഇസ്രായേലി ചരിത്രത്തിലൂടെ ലോക ജനതക്ക് അല്ലാഹു സമർപ്പിച്ചു. അങ്ങനെ മുഖൗഖിസിന്റെ മക്കൾ കടം വിട്ടാൻ തിരിച്ചു പോകുമ്പോ തൂക്കുമരത്തിലെ ധർമ്മപുത്രൻ എന്ന കഥക്ക് ഞാനിവിടെ അടിവര കുറിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും ഒക്കെ അല്ലാഹു നമുക്ക് കുടുംബത്തിന് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. കടങ്ങൾ വിട്ടാൻ അല്ലാഹു മാർഗം നൽകട്ടെ. നമുക്ക് ആരോഗ്യം ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ അപകട മുസീബത്തിൽ നിന്നും ആക്സിഡന്റ് കാര്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കുടുംബത്തെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലം വിടവാകുന്നു.